ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ജാവാസ്ക്രിപ്റ്റ് ഫോർ ലൂപ്സിനെ കുറിച്ച് നോക്കാം. ജാവാസ്ക്രിപ്റ്റിൽ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് ലൂപ്സ് ആണുള്ളത്, ഫോർ ലൂപ്സ് ആണുള്ളത്. ഫോർ ലൂപ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റെഗുലർ ഫോർ ലൂപ്പ് ഉണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫോർ ഇൻ ലൂപ്പ് ഉണ്ട്, അതുപോലെ ഫോർ ഓഫ് ലൂപ്പും ഉണ്ട്. ഇത് മൂന്നും എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ റെഗുലർ ഫോർ ലൂപ്പ് നമുക്ക് ജസ്റ്റ് ഇതിനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് റെഗുലർ ഫോർ ലൂപ്പ്, രണ്ടാമത്തേത് ഫോർ ഇൻ ലൂപ്പ്, മൂന്നാമത്തേത് ഫോർ ഓഫ് ലൂപ്പ്. ഓക്കെ, ഇത് മൂന്നാണുള്ളത്. നമുക്ക് ഫസ്റ്റ് റെഗുലർ ഫോർ ലൂപ്പ് നോക്കാം. റെഗുലർ ഫോർ ലൂപ്പ് വളരെ ഈസിയാണ്. നമുക്ക് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർ, നമ്മളൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുക, വേരിയബിളിനൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. അതായത് വേരിയബിൾ ലെറ്റ് വെച്ചിട്ടൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാം. i ഈക്വൽ ടു 0, i ലെസ് ദാൻ 5, i പ്ലസ് പ്ലസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ കൺസോൾ ലോഗ് ചെയ്യുന്നു. വാല്യൂ ഓഫ് i ഈസ് പ്ലസ് ഇട്ടിട്ട് ഇതിനെ കൺകാറ്റിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ റെഗുലർ ഫോർ ലൂപ്പ്. ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. വാല്യൂ ഓഫ് i 0, 1, 2, 3, 4 വരെ പ്രിന്റ് ആയി അല്ലേ. അതായത് ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലെറ്റ് i ഈക്വൽ ടു 0, ഐയുടെ വാല്യൂ ഫസ്റ്റ് 0 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു. ഇനി ഐയുടെ വാല്യൂ 5 ആകുന്നിടം വരെ, i ലെസ് ദാൻ 5 എന്നല്ലേ പറഞ്ഞേക്കുന്നത്, 5 ആകുന്നതിന് മുമ്പ് വരെ നമ്മൾ ഇതിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഐയുടെ വാല്യൂ 5 കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ഈക്വലും കൂടെ ഇട്ട് കൊടുക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആകുന്നിടം വരെ, 5-ന് മുമ്പ് വരെ നമ്മൾ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. അതാണ് പറയുന്നത്. ഫസ്റ്റ് ഐയുടെ വാല്യൂ 0, ഇതിന്റെ കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് നോക്കിക്കോണം. ഫസ്റ്റ് ഐയുടെ വാല്യൂ 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു, ഐയുടെ വാല്യൂ ലെസ് ദാൻ 5 ആണോ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്തു. 5-നെക്കാട്ടിലും ചെറുതാണ് 0, അതുകൊണ്ട് ആ കണ്ടീഷൻ ഓക്കെ. അടുത്ത ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുകയല്ല ഇവിടെ ചെയ്യുന്നത്. അതിന് പകരം ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട്, ഇതിന്റെ അകത്തുള്ള കണ്ടീഷൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിനുശേഷമാണ് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഐയുടെ വാല്യൂ 0 ലെസ് ദാൻ 5 ആണ്. അപ്പൊ അതിന്റെ അകത്ത് കയറിയിട്ട് കൺസോൾ ലോഗ് ചെയ്തേക്കുന്ന വാല്യൂ, ഐയുടെ വാല്യൂ ഓഫ് i ഈസ് 0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ ഇവിടെ ഇൻക്രിമെന്റ് ചെയ്തു. അപ്പൊ ഐയുടെ വാല്യൂ 1 ആയി. അപ്പം i ഈക്വൽ ടു 1 ആയി. 1 ലെസ് ദാൻ 5 ആണ്. അതിനാൽ തന്നെ അകത്ത് കയറിയിട്ട് വാല്യൂ ഓഫ് i ഈസ് 1 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. എന്നിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു, 2 ആയി. 2 ലെസ് ദാൻ 5 ആണോ നോക്കുന്നു. അതെ, ഇത് ആദ്യത്തെ തവണ മാത്രമേ നടക്കുള്ളൂ. പിന്നീട് എല്ലാ കണ്ടീഷനും ഇവിടെയാണ് നോക്കുന്നത്. പിന്നെ ഇവിടെ ഇൻക്രിമെന്റേഷൻ 2 ലെസ് ദാൻ 5 ആണോ നോക്കുന്നു. അതെ, അകത്ത് കയറി അത് പ്രിന്റ് ചെയ്യുന്നു. വാല്യൂ ഓഫ് i ഈസ് 2. അതുകൊണ്ട് i പ്ലസ് പ്ലസ് 3 ആവുന്നു. 3 ലെസ് ദാൻ 5 ആണോ നോക്കുന്നു. അതെ, അതിനാൽ തന്നെ വാല്യൂ ഓഫ് i ഈസ് 3 എന്ന് പറഞ്ഞ് പ്രിന്റ് ആവുന്നു. i പ്ലസ് പ്ലസ് ആവുന്നു, അതായത് 4 ആവുന്നു. 4 ലെസ് ദാൻ 5 ആണോ നോക്കുന്നു. വാല്യൂ ഓഫ് i ഈസ് 4 എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്തു. അടുത്ത് i പ്ലസ് പ്ലസ് 5 ആയി, ഐയുടെ വാല്യൂ 5 ആയി. ഇവിടെ വന്നിട്ട് നോക്കുന്നു 5 ലെസ് ദാൻ 5 ആണോ. അല്ല, 5 ഈക്വൽ ടു 5 ആണ്, 5 ലെസ് ദാൻ 5 അല്ല. അതിനാൽ തന്നെ ലൂപ്പിനകത്ത് കയറത്തില്ല, അതോടെ ലൂപ്പ് എക്സിറ്റ് ആവും. അതുകൊണ്ടാണ് 0 തൊട്ട് 4 വരെ നമ്മൾ പ്രിന്റ് ആക്കിയിട്ടേക്കുന്നത്. ഇതാണ് നമ്മുടെ റെഗുലർ ഫോർ ലൂപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഫോർ ഇൻ ലൂപ്പ് നോക്കാം. എന്താണ് ഫോർ ഇൻ ലൂപ്പ് നോക്കാം. നമുക്ക് അതിനായിട്ടൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. മൈ ഒബ്ജക്റ്റ് എന്ന് കൊടുക്കാം. ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയാത്ത ഞാൻ മറ്റൊരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ബേസിക് ഒരു അറിയാൻ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, നമുക്കൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒബ്ജക്റ്റിനകത്ത് ഒരു കീ കൊടുക്കുന്നു, ഒരു വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ കീ വാല്യൂ, മൂന്നാമത്തെ കീ വാല്യൂ. ഓക്കെ, 3 കീ വാല്യൂ പെയർ കൊടുക്കുന്നു ഈ ഒരു ഒബ്ജക്റ്റിനകത്ത്. ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റിനെ വെച്ച് നമ്മൾ ലൂപ്പ് ചെയ്യുകയാണ്. ഈ ഒബ്ജക്റ്റിനകത്തെ വാല്യൂസ് നമുക്ക് ലൂപ്പ് ചെയ്യണമെന്നാണ് നമ്മൾ എന്താ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണ്ടേ. അതിനായിട്ട് ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ്
കീ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇടുന്നു. കീ ഇൻ നമ്മുടെ ഒബ്ജക്റ്റിന്റെ പേര് മൈ ഒബ്ജക്റ്റ്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൈ ഒബ്ജക്റ്റിനകത്ത് കീസിനെ ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുള്ളത്. ഓക്കെ, കീസ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കീസ് ഇതാണ്, എ ബി സി, ഇതാണ് കീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ കീയെയും വെച്ചിട്ട് ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫോർ ഇൻ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എന്യൂമറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനെ ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, ഫോർ ഇൻ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കീസിനെ വെച്ചിട്ട് നമുക്ക് ഐറ്ററേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പെർട്ടിക്കുലർ വാല്യൂസിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഓപ്പറേഷൻസോ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. അതായത് നോർമൽ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് ഇത് പാടായിരിക്കും, പക്ഷെ കീസിനെ വെച്ചിട്ട് നമുക്ക് ഐറ്ററേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ ഇൻ ലൂപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫോറും ഇന്നും ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫോർ ഇൻ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് അതിനെ ഐറ്ററേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ ലൂപ്പിനകത്ത് 1 by 1 ആയിട്ട് ഓരോന്നിന്റെയും കീസ് കയറിക്കൊണ്ടിരിക്കും, എ ബി സി എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമുക്ക് ആദ്യം കീ കൺസോൾ ലോഗ് ചെയ്യാം, എന്നിട്ട് അതിന്റെ വാല്യൂ നമുക്ക് കൺസോൾ ലോഗ് ചെയ്യാം. എങ്ങനെയാണ് വാല്യൂ കൺസോൾ ലോഗ് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒബ്ജക്റ്റിന്റെ അകത്തെ കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറേക്കകത്ത് കീ കൊടുക്കത്തില്ലേ, അതേപോലെ ഈ ഒബ്ജക്റ്റിന്റെ കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ വാല്യൂ കിട്ടും. അതായത് മൈ ഒബ്ജക്റ്റിലെ എ എന്ന് പറഞ്ഞ കീയുടെ വാല്യൂ എന്താണ് എന്നാണ് അതിനർത്ഥം, അല്ലെങ്കിൽ മൈ ഒബ്ജക്റ്റിലെ ബി എന്ന് പറഞ്ഞ കീയുടെ വാല്യൂ എന്താണ് അതാണ് ഇതിൽ നിന്ന് റിട്ടേൺ ആവാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതൊന്ന് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. കീയുടെ പേര് എ, വാല്യൂവിന്റെ പേര് 1, കീയുടെ പേര് ബി, വാല്യൂവിന്റെ പേര് 2, കീയുടെ വാല്യൂ സി, വാല്യൂവിന്റെ ഇത് 3. അതായത് ഓരോ തവണയും ഈ ലൂപ്പിൽ കൂടെ ഐറ്ററേറ്റ് ചെയ്ത് പോകും പുതിയ ഓരോരോ കീസ്. അപ്പൊ ആ കീ ഐറ്ററേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ട ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കീയും കിട്ടും, വാല്യൂ കിട്ടും. ഓക്കെ, ഒബ്ജക്റ്റ് ഓഫ് കീ കൊടുത്തു കഴിഞ്ഞാൽ ആ കീയിലുള്ള നമുക്ക് വാല്യൂ എന്താണോ ആ വാല്യൂ നമുക്ക് അവിടെ കിട്ടും. ഇതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫോർ ഇൻ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഫോർ ഓഫ് ലൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എക്മാസ്ക്രിപ്റ്റ് 2015, അതായത് ES6 സ്റ്റാൻഡേർഡ്സ് തൊട്ടാണ് നമുക്ക് ഫോർ ഓഫ് ലൂപ്പ് കിട്ടാൻ തുടങ്ങി ജാവാസ്ക്രിപ്റ്റിൽ. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്ററബിൾ ഒബ്ജക്ട്സ്, അതായത് നമ്മുടെ അറേസ്, സ്ട്രിങ്സ്, മാപ്സ്, സെറ്റ്സ് എല്ലാം ഇതിനകത്തൂടെ എല്ലാം നമുക്ക് ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫോർ ഓഫ് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് കുറെ കൂടി സ്ട്രക്ചേർഡ് വേ ആണ്, കുറെ കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതെന്താന്ന് വെച്ച് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു അറേ ഉണ്ട്, എക്സാമ്പിൾ അറേ. എന്താ അറേക്ക് പേര് കൊടുക്കാം, മൈ അറേ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഈ അറേക്കകത്ത് നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ് 1, 2, 3, 4. ഓക്കെ, ഇനി നമ്മൾ ഫോർ ഓഫ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫോർ ഇൻ യൂസ് ചെയ്ത് എങ്ങനെയായിരുന്നു, ലെറ്റ് ഒരു കീ കൊടുത്തു, അത് ഇൻ ഒബ്ജക്റ്റിലുണ്ടോ എന്ന് നോക്കി അല്ലേ. ഇവിടെ ഏകദേശം അതേപോലെ തന്നെ നമ്മൾ ലെറ്റ് ഒരു വാല്യൂ കൊടുത്തു ഓഫ് മൈ അറേ. ഇതിനു മുമ്പ് ഇൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഓഫ് ആണ്. അപ്പം ഇവിടെ നമ്മൾ വാല്യൂ ആണ് എടുക്കുന്നത്, ഇവിടെ എന്തായിരുന്നു എടുത്തിരുന്നത്, നമ്മൾ കീ ആയിരുന്നു എടുത്തിരുന്നത്. ഓക്കെ, നമ്മൾ കീ വെച്ച് ഐറ്ററേറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ ഡയറക്റ്റ് നമുക്ക് വാല്യൂസ് വെച്ച് ഐറ്ററേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് സ്ട്രിങ്സിനെയും അറേസിനെയും സെറ്റ്സിനെയും മാപ്സിനെയും ഒക്കെ നമുക്ക് ലൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യണം. ഫോർ ഓഫ് ലൂപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറെ കൂടെ ഈസി. ഓക്കെ, നമ്മൾ ഈ ഒരു കേസിൽ എന്ത് സംഭവിക്കും, നമുക്കിത് പ്രിന്റ് ചെയ്ത് നോക്കാം. നോക്കൂ, നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് 1 by 1 ആയിട്ട് കിട്ടും. ഇതാണ് ഫോർ ഓഫ് ലൂപ്പ്. ഈ കൂട്ടത്തിൽ നമുക്ക് റെഗുലർ ജാവാസ്ക്രിപ്റ്റിലെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നതിലും നമുക്ക് സ്ട്രിങ്സ്, സെറ്റ്സ്, മാപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഫോർ ഓഫ് ലൂപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അറേ, സ്ട്രിങ്, മാപ്പ്, സെറ്റ് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഫോർ ഓഫ് ലൂപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ ഈസി. അതായത് സ്ട്രക്ചേർഡ് വേയും ഈസിയും എളുപ്പം എല്ലാം തന്നെ ആയിരിക്കും. അല്ല എങ്കിൽ നമുക്ക് കീ വെച്ചിട്ട് ഐറ്ററേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെറ്റ്സ് ഓഫ് എന്യൂമറബിളിനെ കീ വെച്ചിട്ട് ഐറ്ററേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ ഇൻ യൂസ് ചെയ്യാം. അല്ല എങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഒന്നുകിൽ ഫോർ ഓഫ് ലൂപ്പ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫോർ ഇൻ ലൂപ്പ് യൂസ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക, മാക്സിമം നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ നോക്കുന്നതാണ്.
Please like, share and subscribe. Thank you.